ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ചെറുപുഴയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിഞ്ചാൽ ചെറുപുഴ. കോൾ 4985240759. BJP സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ചെറുപുഴയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ ബസാറിൽ തിരുമേനി റോഡിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ KS ദിലീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. തൊഴിലാളി വർഗത്തെ ആ തൊഴിലിടങ്ങളിൽ നിന്നും അവരുടെ തൊഴിലില്ലായ്മ ചെയ്യുന്ന നിലയിലേക്കും വൻകിട കുത്തക കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ പാസാക്കിക്കൊണ്ട് തൊഴിൽ മേഖലയെ നിശേഷമില്ലാതാക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദിയുടെ BJP ഗവൺമെന്റിനെതിരായിട്ട് ഇന്ത്യ രാജ്യത്തെ വിവിധ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ജൂലൈ 9 ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ATV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്തിലെ 10ഓളം ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ചിരുന്ന് ഒറ്റ ശബ്ദത്തിൽ ഈ പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കേവലം തൊഴിലാളികൾക്ക് മാത്രം ഉള്ള പണിമുടക്കല്ല. ഇന്ത്യ രാജ്യത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ഇതാരും കാണികളായി നോക്കി നിൽക്കാതെ ഈ പണിമുടക്ക് അങ്ങേയറ്റം വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നു 9-ാം തീയതി വലിയൊരു അറിയിപ്പ് ഇല്ല, നമുക്ക് സമയമില്ലല്ലോ. ഇതിനു മുമ്പേ സംസ്ഥാന തലത്തിൽ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏരിയ തലത്തിൽ ജാഥ സംഘടിപ്പിച്ച് ജനങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പണിമുടക്ക് വിജയിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യം. KM ഷാജി ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞില്ല, ചട്ടങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ ബഹുജന പിന്തുണ വേണം. ആ ബഹുജന പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ് ചട്ടം ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ അവർ സന്നദ്ധമാകാത്തത്. അതുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ സംഘടനകൾ ദേശീയ തലത്തിൽ ഈ പണിമുടക്കിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സംയുക്ത പ്രചരണത്തിൽ നിന്ന് വിലക്കിയതിന്റെ ഭാഗമായി സംയുക്ത പ്രചരണത്തിൽ അവർ പങ്കെടുക്കുന്നില്ല. പക്ഷെ അവർ പണിമുടക്കിന്റെ ഭാഗമാകും എന്ന് ദേശീയ തലത്തിൽ INTUCയുടെ നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മോദിക്കെതിരായിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള സമരം, രാജ്യത്തെ തൊഴിലാളികളുടെ വർഗപരമായ പോരാട്ടം ഉയർന്നു വരണം എന്നാണ് ഈ പണിമുടക്കിലൂടെ ഇന്ത്യൻ തൊഴിലാളി വർഗം ആഗ്രഹിക്കുന്ന കാര്യം. നമ്മുടെ ദേശീയ തലത്തിൽ ആളുകളുടെ വരുമാനത്തിനനുസരിച്ച്, ആളുകളുടെ അധ്വാന ശേഷിക്കനുസരിച്ച് വരുമാനം ലഭ്യമാക്കണം എന്നാണ് ഈ പണിമുടക്കിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. രാജ്യത്തെ പ്രധാന തൊഴിൽ കോഡുകൾ പാസാക്കുന്ന വഴി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന എല്ലാ തൊഴിലവസരങ്ങളും ഹനിക്കപ്പെടുകയാണ്. 2019 4 തൊഴിൽ കോഡുകൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് പാസാക്കി. P. കൃഷ്ണൻ, RK പത്മനാഭൻ, TV കുഞ്ഞിക്കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ്, സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ടൈൽസ് ഗാലറി ചെറുപുഴ. ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം. ഗവൺമെന്റ്, നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിഞ്ചാൽ ചെറുപുഴ. കോൾ 4985240759.